സുഹൃത്തുക്കളെ, നമ്മളിവിടെ പാടത്ത് ചീരകൃഷി ചെയ്താട്ടാ. നമ്മൾ ആദ്യം ഇവിടെ ചീരകൃഷി ചെയ്തതിൻ്റെ വിളവെടുപ്പും അതിൻ്റെ വീഡിയോയൊക്കെ ഞാൻ കാണിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടാമത് ഇവിടെ അത്യാവശ്യം ചീര ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ റംസാനൊക്കെയാണ് വരുന്നത്. അപ്പോൾ നോമ്പ് വരുമ്പോൾ തന്നെ ചീരക്കൊക്കെ നല്ല ആവശ്യക്കാർ ഒരുപാടുണ്ടാവും, നല്ല വിലയും കിട്ടും. അപ്പോൾ നമ്മളിവിടെ ചീരയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഏരിയ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അത്യാവശ്യം ഒരു 4-5 ഏരിയ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചീര വലുതായി വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് അധിക ദിവസമായിട്ടില്ല, ഏകദേശം ഒരു 25-30 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കൃഷികളൊക്കെയാണ് നമ്മൾ ചെയ്യണം. ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ചീരകൃഷിക്ക് ഇവിടെ നനയാൻ ചെയ്തിട്ടുള്ളത്, ഇവിടെ ഇതുപോലെ തന്നെ നമ്മളെ മുകളിൽ വെള്ളം കെട്ടി നിർത്തി കൊടുത്തുനിന്ന് വരുന്ന വെള്ളമാണ്. ആ വെള്ളം നമുക്ക് അങ്ങോട്ടൊക്കെ പാസ് ചെയ്യണതുകൊണ്ട് തന്നെ അത് കുറവാണ്. അപ്പോൾ നമ്മളതിൻ്റെ കൂടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് മോട്ടറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളിവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് മോട്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെയാണ് ഇത് നനയ്ക്കുന്നത്. ഇത് ഓരോ ഏരിയ ആയിട്ട് നനയ്ക്കണം. ഇവിടെ നനയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് ഓരോ സ്ഥലത്തൊക്കെ നനയ്ക്കാനുള്ള സിസ്റ്റം ഇങ്ങനെയാണ് ചെയ്യണത്. ചീര ഇപ്പോൾ ഏകദേശം വിളവെടുക്കാറായി. ഇപ്പോൾ ഏകദേശം 23-24 ദിവസമായിട്ടുള്ള ഈ ചീരട്ട. അപ്പോൾ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ മൈക്രോ സ്പ്രിങ്ക്ലർ എന്ന് പറഞ്ഞ സംഭവമാണ്. ഇതിപ്പോൾ നമ്മളിവിടെ സൈഡിൽ വാഴ വെച്ചിട്ട് നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് നമ്മളെ വല്യപ്പ കണ്ടുപിടിച്ചൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് പാറ്റൻ്റൊക്കെ എടുത്ത സംഭവമാണിത്. മൈപ്പീലി സ്പ്രിങ്ക്ലർ എന്നാണ് ഇതിന് പറയുക. ഇതിങ്ങനെ മൈപ്പീലുമാതിരി നനയും. ഇതിപ്പോൾ ഒന്നൊരു ഇതിൻ്റെ മുരട്ടിൽ വെച്ചാൽ ഇത് ചുറ്റും നനയും കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതുപോലെ പൈപ്പിൽ ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, മൈപ്പീലി സ്പ്രിങ്ക്ലർ. ഇതിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഓരോന്നിനും ഇങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വാൾവ് തിരിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നനയും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ തീറ്റപ്പുല്ലിനുള്ള സ്പ്രിങ്ക്ലറാണ് കേട്ടോ ഈ വർക്ക് ചെയ്യുന്നത്. നനക്കാനുള്ള ഒരു കറങ്ങണ സ്പ്രിങ്ക്ലറാണ്. തീറ്റപ്പുല്ലാണിത്. പൂളക്ക് നനക്കണത് ഇങ്ങനെയാണ് കേട്ടോ. ഏറ്റവും മുകളിൽ നിന്ന് ആ ചിറയിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. അത് നേരെ വന്നിട്ട് പൈപ്പിലൂടെ വന്നിട്ട് ഇത് ഇങ്ങനെ ഓരോ ചാലാണ്, ഇവിടെ ഓരോരോ പറമ്പാണ് വരുന്നത്. അപ്പോൾ നേരെ ഇതിലേക്ക് ഇങ്ങനെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ വരും. ഇവിടെ പൈപ്പ് കൊടുത്തേക്കാണ്. അവിടെയൊക്കെ പാത്തിയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നേരെ അതിലൂടെ അങ്ങോട്ടൊക്കെ നനയും കേട്ടോ. അതൊക്കെ പൂളപ്പായി വരുന്നുള്ളൂ.